ഇന്നൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഞാനും ഗൗരിയും കൂടെ കോഴഞ്ചേരിയിൽ അത്യാവശ്യമായിട്ട് പോകുവാണ്. വേറൊന്നുമല്ല, ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഞങ്ങൾക്ക് ശ്രാവണു ഐത്താർ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് ശ്രാവണ മാസത്തിൽ ആചരിക്കുന്ന ഒരു പൂജയാണ് കേട്ടോ. സ്ത്രീകൾക്കുള്ളതാണ്, സുമംഗലികൾക്കുള്ള പൂജയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ നവനീത് ഇവിടെ ഇല്ല, തേജുവാണെ കടയിൽ, ചേട്ടനും കടയിലാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ ആരില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് നേരെ പോയി. തേജു ഇരുന്ന് ഇപ്പോഴാണ് പത്രം വായിക്കുന്നത്. രാവിലെ വന്ന പത്രം ഇപ്പോഴാണ് വായിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വെറ്റിലയും പാക്ക്, പഴം, പിന്നെ ഏത്തപ്പഴം ഒക്കെ വേണമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിച്ചു. ഒത്തിരിയൊന്നും വാങ്ങിച്ചില്ല, വെണ്ടയ്ക്കയും ക്യാരറ്റൊക്കെയും വാങ്ങിച്ചോളൂ. അപ്പോൾ ഇത് പാലം പണിയാണ് കേട്ടോ, രണ്ടാമത്തെ പാലം പണിയാണിപ്പം. അതിൻ്റെ വർക്കാണ് കേട്ടോ, മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അതും മഴയും കൂടാണ്. നേരെ കാണുന്നതാണ് ഞങ്ങളുടെ കട കേട്ടോ. നേരെ കണ്ട കടയുടെ നേരെയാണ് മാർക്കറ്റുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ കടയിലോട്ട് പോവുകയാണ്. കടയിൽ പോയതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ ഒരു മാസം രാമായണ വായനയൊക്കെ ഉണ്ട്. അപ്പോൾ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നെല്ലാം കൂടെ അങ്ങ് നടക്കും. അതുകൊണ്ട് ഞാനും ഗൗരിയും കൂടെ നേരെ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന്. അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ. മാർക്കറ്റിൽ നിന്ന് നേരെ വന്ന് റോട്ടിലോട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി. ഇതേണ്ട അതാണ് ഞങ്ങളുടെ കട കേട്ടോ, ശ്രേയസ് എന്ന് എഴുതിയില്ലേ. അപ്പോൾ ക്രോസ് ചെയ്തത് നേരെ കടയാണ്. പിന്നെ ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങോട്ട് തിരുവല്ലയിലും പത്തനംതിട്ടയും പോകുന്നത് ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ നിർത്തത്തേ ഉള്ളൂ കേട്ടോ. ക്രോസ് ചെയ്ത് നേരെ ഞങ്ങൾ കടയിലോട്ട് പോയി. വാങ്ങിയ സാധനങ്ങളെല്ലാം കടയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അമ്പലം വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ദേവസ്വത്തിൻ്റെ അമ്പലമാണ് തിരുമല ദേവസ്വം. നമ്മുടെ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം എന്നല്ല, തിരുമല ദേവസ്വം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുകയാണ്. തൊട്ട് അപ്പുറത്തോട്ട് തന്നെ കേട്ടോ, നടന്നങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് അമ്പലം. ഞങ്ങൾ രാമായണ മാസമായതുകൊണ്ട് രാമായണ വായനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളത് കേട്ട് പിന്നെ തൊഴുത് ചന്ദനമൊക്കെ ഇട്ട് ആർത്തിയൊന്നും ദീപാരാധനയ്ക്ക് മുമ്പ് ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു കേട്ടോ. ഞങ്ങൾക്ക് ഓട്ടോയിലല്ലേ, അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് പോയില്ലെങ്കിൽ ഓട്ടോ ഒക്കെ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാനും ഗൗരിയും കൂടെ നേരെ കടയിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോയി. എനിക്ക് യൂട്യൂബ് തുടങ്ങി തന്നെ നീയും ഇതേപോലെ ഇരിക്കുക. ശരിയാ. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഓട്ടോയിലല്ലേ വരുന്നത്. ഇനി അങ്ങോട്ട് ഓട്ടോയിൽ തന്നെ പോകണം. ചിലപ്പോൾ രാത്രിയിലാണെങ്കിൽ പരിചയമുള്ള ഓട്ടോക്കാരെയൊന്നും കാണത്തില്ല. എല്ലാവരും പരിചയക്കാരാണ്, എങ്കിലും നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് രാത്രി ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചെയ്യണം. അപ്പോൾ ഓട്ടോയിൽ പോകുന്ന വഴിക്ക് ഇതുണ്ട്, റോഡെല്ലാം കുഴിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. ഒരൊറ്റ കുഴി പോലും വിടാതെയാണ് എല്ലാ വണ്ടികളും പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള മാരാമൺ കത്തോലിക്ക പള്ളി കേട്ടോ. നല്ല രസമാണ് കാണാൻ, നല്ല നിശബ്ദതയും നല്ല അന്തരീക്ഷമാണ്. ഞാൻ ഒരു പ്രാവശ്യം ആ പള്ളി പോയിട്ടുണ്ട്. പിന്നെ ഇത് ചെടിക്കടയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ചെടിക്കടയിലൊക്കെ പോകുന്ന വീഡിയോ കാണിച്ചു തരാം. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടെന്നല്ലേ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ഡ്രസ്സൊന്നും മാറില്ല. അപ്പോഴത്തേക്ക് മണി 8:30 എല്ലാവരും ദിവസവും 10 മണി 9:45 10 മണിക്കാണ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ എല്ലാവർക്കും വിശപ്പ് കൂടുതലാവും. അതുകൊണ്ട് ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല. അങ്ങ് ചപ്പാത്തിയും ഇന്ന് ടൊമാറ്റോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മളെ തേജു വരുന്നത് കേട്ടോ. തേജുവിനെ കുറേ ദിവസമായി കുറേ പേര് തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയ്യോടെ പിടിച്ച് അവനെ സവാള അരിയാൻ വേണ്ടി നിർത്തി കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് സവാള അരിയുന്നത്. അവനാണ് ഈ വീട്ടിൽ സവാള ഫുള്ള് അരിയുന്നത്. നല്ല രസമാണ്, ഭയങ്കര സ്പീഡിൽ നല്ല നൈസായിട്ട് അരിഞ്ഞു തരും. എത്ര സവാള വേണമെങ്കിലും അരിഞ്ഞു തരും. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് ഞങ്ങൾ ടൊമാറ്റോ ഫ്രൈ ഒക്കെ ചെയ്തു. അപ്പോൾ ടൊമാറ്റോ ഫ്രൈ 2-3 പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടായിരുന്നു. ഒന്ന്
വീഡിയോ ഇടണേന്ന്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ടൊമാറ്റോ ഫ്രൈഡ് മാത്രമേ ഇട്ടിട്ടുണ്ട്. എനിക്ക് വിടാനായിട്ട് കൊതിയായി. പിന്നെ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഇടാൻ പറ്റും, ഇത് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ശനി ആയതുകൊണ്ട് എടുത്തിട്ട് പച്ചക്കുട്ടികളാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ചപ്പാത്തി നല്ല അടിപൊളി സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. ഞാനൊരു ഹിന്ദി ചാനലിൽ ഇങ്ങനെ നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് വെറുതെ ആയിരിക്കുമെന്ന്, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചപ്പാത്തി ചെയ്യാനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, അതുപോലെ തന്നെ കഴിക്കാനും കേട്ടോ. മറ്റേ ഇച്ചിരി ഞാൻ ചെയ്യുന്നതൊക്കെ കട്ടിയായിരുന്നു, ഇപ്പം നല്ല അത്രയ്ക്ക് നല്ല പഞ്ഞി പോലെയാണ്. വെറുതെ ആണെങ്കിലും അത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം, അതേപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ.